ആലപ്പുഴ കായംകുളം ആൾക്കൂട്ടക്കൊലയിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന ഒന്നാം പ്രതി രതീഷ്, രണ്ടാം പ്രതി അശ്വിൻ, ആറാം പ്രതി ശ്രീനാഥ് എന്നിവരെ പോലീസ് സാഹസികമായി പിടികൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ട ഷിബു പണയം വെച്ച 2.5 വയസ്സുകാരിയുടെ സ്വർണ്ണ ബ്രേസ്ലെറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ എവിടെ വെച്ചാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്? ആൾക്കൂട്ട കൊലപാതകം നടന്ന 3-ാം ദിവസമാണ് കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലാകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേസിൽ ഒന്നാം പ്രതിയായ രതീഷിനെയും രണ്ടാം പ്രതി അശ്വിനെയും കായംകുളത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആറാം പ്രതിയായ ശ്രീനാഥിനെ വൈകുന്നേരത്തോടു കൂടി പിടികൂടുകയും ചെയ്തു. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും, പ്രധാനപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ മുഴുവൻ പേരും 3 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണവും ഇടപെടലുമാണ് ആദ്യം മുതൽ നടത്തിയിരുന്നത്. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമായിരുന്നു ഈ സംഭവത്തിൽ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നീക്കിയത്. ഇതിൽ ഇന്ന് പിടിയിലായ ഒന്നാം പ്രതി രതീഷ് പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ആക്രമണം എന്നാണ് രതീഷ് പറയുന്നത്. ഈ സ്വർണ്ണമോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിൽ ഷിബുവിനെ ഭീഷണിപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പറയുന്നു. അതിനിടെ അബദ്ധത്തിലാണ് ഈ ഷിബു കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ മാരകമായ ആക്രമണമൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ഈ രതീഷിൻ്റെ മൊഴി. എന്തായാലും അതിനിടെ കൊലപാതകം സംഭവിച്ചു. ഷിബുവിൻ്റെ മൃതദേഹം സ്വദേശമായ കന്യാകുമാരിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനിടെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഷിബു പണയം വെച്ചുവെന്ന് ആരോപിച്ചിരുന്ന 2.5 വയസ്സുള്ള കുട്ടിയുടെ 2.5 ഗ്രാം വരുന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് കായംകുളത്തെ ഒരു കടയിൽ നിന്ന്, സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഷിബു തന്നെയാണ് ഈ കുട്ടിയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചത് എന്നുകൂടി ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ക്ലൈമാക്സിൽ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഏറെ ഞെട്ടലുണ്ടാക്കി, നാടിനെ തന്നെ നടുക്കിയ സംഭവത്തിൽ എല്ലാ പ്രതികളും 3-ാം ദിവസം അറസ്റ്റിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ പ്രതികളും ഈ കേസിൽ അറസ്റ്റിലായി എന്നുള്ളത് ആശ്വാസകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.